അമ്മയുടെ ഈ ദേവിമോളെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്താ നീ പറഞ്ഞേ? അതെ, അതാണ് റിയാലിറ്റി. 10ാം ക്ലാസ്സോ? ആനന്ദ്, അച്ഛന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അച്ഛ വിശ്വസിച്ചേ പറ്റൂ. അച്ഛൻ കരുതുന്ന പോലെ അച്ഛന്റെ ഈ മൂത്ത മരുമകള് MA ലിറ്ററേച്ചർ ഒന്നും അല്ല. പഠിപ്പുകാരിയായ മരുമകളെ കുറിച്ച് എന്റെ അച്ഛൻ പലരോടും വലിയ അഭിമാനത്തോടെ പറഞ്ഞിട്ടില്ലേ? ഏട്ടാ, വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തി മോശക്കാരനോ ആവുന്നില്ലല്ലോ. മീനു, ഈ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നത് ഒരു വ്യക്തിക്കും അതൊരു അയോഗ്യതയല്ല. പക്ഷെ ഈ സത്യം മറച്ചു വെക്കുന്നതേ അതൊരു അയോഗ്യതയാണ്. കൊടും ചതി. ആനന്ദേട്ടാ, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടത്തി സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്, IT കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരാൾക്ക് അവിടെയെങ്കിലും ജോലി കിട്ടില്ലല്ലോ. ഇത്രേ, നീ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, കറക്റ്റ് ചോദ്യം. ഇത് മീന് ചോദിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചേ. ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ എങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾക്കത് അറിയണ്ടേ? ഒരു സുപ്രഭാതത്തിൽ എണീറ്റപ്പോ എനിക്ക് ദിവ്യദൃഷ്ടി കിട്ടിയൊന്നുമല്ല. അച്ഛാ, സ്കൂൾ മാനേജറോട് സംസാരിച്ച് ഇവക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്തത് ഓർമ്മയുണ്ടോ? ആ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാനേജർ ഇവളോട് പലതവണ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. പക്ഷെ ഇവളുണ്ടല്ലോ, ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തില്ല. ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അവസാനം തൊട്ടടുത്ത ദിവസം നിർബന്ധമായും സർട്ടിഫിക്കറ്റ് സ്കൂളിൽ എത്തിക്കണമെന്ന് അച്ഛൻ ഇവളോട് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇവളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? MA ലിറ്ററേച്ചറിന്റെ സർട്ടിഫിക്കറ്റ് ഇവളുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ? അല്ല, അത് ഞാൻ തിരുത്തി പറയാം. MA ലിറ്ററേച്ചർ പഠിച്ചാലല്ലേ ആ സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടൂ. MA പഠിക്കാത്ത ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടോ? ഇല്ല. അപ്പൊ ഇവൾ എന്താ ചെയ്തെന്നറിയാവോ? അവളാ ജോലി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വെറുതെ വേണ്ടെന്ന് വെച്ചല്ല, നല്ല സൂപ്പർ ജോലി വേറെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂളിലെ ജോലിക്ക് പോകുന്നില്ല എന്ന്. നമ്മൾ മണ്ടന്മാര്, നമ്മളതങ്ങ് വിശ്വസിച്ചു. IT കമ്പനി ജോലിക്ക് പോകാൻ അച്ഛനാണെങ്കിലോ അവർക്ക് അനുവാദം കൊടുത്തു. നിന്റെ IT കമ്പനിയിലെ ജോലി അതെങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞു കൊടുക്കടി, പറഞ്ഞു കൊടുക്ക്, കേക്കട്ടെ എല്ലാരും. മീനാക്ഷി, മിത്രേ, അനുക്കുട്ടി, നിങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാര്. നിങ്ങൾ പറ, നിങ്ങളുടെ ഈ ഏട്ടത്തിൽ കിട്ടിയ ജോലി എന്തായിരുന്നു എന്ന്? IT കമ്പനിയിൽ നല്ലൊരു ജോലിയല്ലേ ഏട്ടാ കിട്ടിയത്? അതെ, സ്കൂളിലെ ജോലിയെക്കാളും നല്ലൊരു ജോലി. അവളുടെ ഒരു IT കമ്പനി, വളരെ നല്ല ജോലി. ഇവള് നിങ്ങളെല്ലാരും അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ.
അന്ന് ഇവളോട് കുറെ കാര്യങ്ങൾ ചോദിച്ചില്ലായിരുന്നോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ക്യാബ് വരുവോ, നൈറ്റ് ഷിഫ്റ്റ് ആണോ, ഓഫീസ് എവിടെയാണെന്നൊക്കെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പൊ ഇവള് എന്തൊക്കെയാ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? അല്ല എടുത്തി, ഓഫീസിലെ അടുത്തേക്ക് എന്തൊക്കെ ജോലികളാ ഉള്ളേ? ഹൗ, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന പണിയൊന്നും ഇല്ല മോളെ. പണിയെടുത്ത് നമ്മുടെ നടു അങ്ങ് ഒടിയും. അല്ല, IT കമ്പനിയിലെ ജോലി ഇത്രയും കഷ്ടപ്പാടാണോ? കോർപ്പറേറ്റ് കമ്പനിയല്ലേ അച്ഛാ, സ്റ്റാഫുകളൊക്കെ അവര് മാക്സിമം പിഴിഞ്ഞെടുക്കും. സത്യം കേട്ടോ, നമ്മളെ അങ്ങ് പിഴിയുക. മോളെ, നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ സ്കൂളിലെ ജോലി തന്നെ മതിയായിരുന്നല്ലോ. പക്ഷേ MA ലിറ്ററേച്ചറിന്റെ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് പ്രസന്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഈ ഏട്ടത്തി ഉണ്ടല്ലോ, IT കമ്പനിയിലെ ജോലിക്കാരിയായി. പാവം എന്റെ അമ്മ എല്ലാ ദിവസവും ഇവള് വരുന്നതും കാത്തു നിന്നു. ഇവള് വരാൻ വൈകുമ്പോ ഉണ്ടല്ലോ, എന്റെ അമ്മയ്ക്ക് ആദ്യമായിരുന്നു. അച്ഛനാണെങ്കിലോ മരുമക്ക് നല്ലൊരു ജോലി കിട്ടിയതില് ഒരുപാട് സന്തോഷിച്ചു. ഇവളുടെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടിയെന്നുള്ള സന്തോഷമായിരുന്നു ഇവിടെ എല്ലാവർക്കും. നിന്റെ ഉയർച്ചയിലുണ്ടല്ലോ ഈ കുടുംബം മുഴുവൻ സന്തോഷിച്ചു. ഇവള് ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം ഞാൻ തന്നെ ഇവളെ ഓഫീസിൽ കൊണ്ടാക്കി. ജോലി കഴിഞ്ഞ് വരുമ്പോ ആ ഓഫീസിന് മുമ്പിൽ ഞാൻ കാത്തു നിന്നു. ഇവളോട് ഞാൻ പലതവണ ചോദിച്ചു, ആ ഓഫീസിൽ എന്നെ കൂടെ കൊണ്ടുപോയി എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്താൻ. അപ്പോഴൊക്കെ ഇവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ IT കമ്പനിയിലെ ജോലിക്കാരി ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ IT കമ്പനിയിലെ ജോലിക്കാരി ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടുമുട്ടിയത്. ഞാൻ എവിടെ വെച്ചായിരിക്കും ഇവളെ കണ്ടത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്ഥലം ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഫർണിച്ചർ ഓർഡർ എടുത്തിട്ട് വരുന്ന വഴിക്ക് നല്ല ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ അവിടെ ആഹാരം കഴിക്കാനിരുന്നു. എന്റെ ഭാര്യയെക്കുറിച്ച് ഞാനിങ്ങനെ വാദോരത് അവനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ദേവിയെ പോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്നും ഇവളുടെ ഓരോ ഗുണഗണങ്ങളും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹോട്ടലിൽ ജോലി ചെയ്തൊരു പെൺകുട്ടി ഞങ്ങളുടെ മുന്നിൽ വന്ന് ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ചു. യാദൃശ്യമായിട്ട് ഞാൻ തലയുയർത്തി നോക്കിയപ്പോഴേ ആ ഹോട്ടലിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൾ ആരായിരുന്നു അറിയോ നിങ്ങക്ക്? അച്ഛന് പറയാൻ പറ്റുമോ? അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ആ പെൺകുട്ടി ആരായിരുന്നെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ആ പെൺകുട്ടിയെ ഇവളായിരുന്നു. IT കമ്പനിയിലെ ജോലിക്കാരി
അമ്മയുടെ പുന്നാര ദേവി മോള്. അന്നാ ഞാനിവളെ കുറിച്ചുള്ള പല സത്യങ്ങളും മനസ്സിലാക്കിയത്. സർട്ടിഫിക്കറ്റ് കൊടുക്കാനില്ലാത്തോണ്ട് IT കമ്പനിയിലെ ജോലി എന്ന് പറഞ്ഞ് ഇവിടുന്ന് രാവിലെ ഇറങ്ങും, വൈകിട്ട് തിരിച്ചു വരും. പകല് മുഴുവൻ പാർക്കിലോ ബീച്ചിലോ അമ്പലങ്ങളിലോ എവിടെങ്കിലും സമയം ചെലവഴിച്ചിട്ട് അങ്ങനെ ഒരുപാട് ദിവസം മുന്നോട്ട് പോയാല് നമുക്കൊക്കെ സംശയം തോന്നില്ലേ? അതിനെ ഇവള് നല്ലൊരു പോമഴയും കണ്ടെത്തി. ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. ആ ഒരു മിസ്റ്റേക്ക് ഇവളുടെ ഭാഗത്ത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സത്യങ്ങളും ഞാൻ ഇപ്പോഴും മനസ്സിലാക്കില്ലായിരുന്നു. അന്നാ ഞാൻ എന്റെ ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യത മനസ്സിലാക്കിയത്. ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവിമോള് ഹോട്ടലിൽ ജോലിക്ക് പോയിന്നോ? അല്ല, ഉദയഭാൻ സാർ ഇത് അറിഞ്ഞ അദ്ദേഹം അങ്ങനെ സഹിക്കൂടാ. ഏടത്തി, ഏട്ടനെന്തിനാ ഈ ഹോട്ടൽ ജോലിക്കൊക്കെ പോയത്? ഏട്ടത്തിന്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടല്ലോ. ഒരു ജോലിക്കും അന്തസ് കുറവൊന്നുമില്ല. മീനു ചേച്ചി, ഉദയഭാനു അങ്കിളിന് ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളതല്ലേ? ദേവിയെടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അങ്കിള് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തന്നെ തുടങ്ങി കൊടുത്തേനേലോ. അതാ എനിക്കും ആദ്യം മനസ്സിലാകാൻ. ഞാൻ ആദ്യമായിട്ടേ ഞാൻ ഈ ഉദയഭാനു സാറുണ്ടല്ലോ, ഉദയഭാനു സാറ് അയാളെ വിഗില്ലാതെ കാണുന്നത്. ഈ തലയിൽ മുടിയില്ലാത്ത ആരുടെയും തെറ്റൊന്നുമല്ല. പക്ഷേ അന്ന് ഞാൻ അവിടെ കണ്ടത് വിഗില്ലാത്ത ഉദയഭാനുവിനെ മാത്രമല്ല, മറയില്ലാത്ത ഒരുപാട് സത്യങ്ങളും കൂടിയാ. അച്ഛാ, നമ്മളെല്ലാരും വിചാരിക്കുന്ന പോലെ ഉദയഭാനു ഒരു കോടീശ്വരനൊന്നും അല്ല. അയാൾക്ക് ആഫ്രിക്കയില്, ഉഗാണ്ടയില്, ജപ്പാനില്, കൊറിയയില് അവിടെ ഒരു ബിസിനസ്സും ഇല്ല. എല്ലാം കള്ളവാ. അവർ താമസിക്കുന്നതേ ഒരു വാടക വീട്ടില. വളരെ മോശം അവസ്ഥയിലാ അവരുടെ ജീവിതം. മറ്റുള്ളവരെ പറ്റിച്ചു കിട്ടുന്ന പണം കൊണ്ടാ അയാൾ ഓരോ ദിവസവും അയാളും അയാളുടെ കുടുംബവും കഴിയുന്നത്. അമ്മേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. കോടീശ്വരനായിട്ട് അഭിനയിച്ച ഉദയഭാനു ഇവളും നമ്മുടെ കുടുംബത്തെ പറ്റിക്കായിരുന്നു അമ്മേ. നമ്മുടെ മുമ്പിൽ അവർ കാണിച്ചതൊന്നും ഒന്നും യാഥാർത്ഥ്യമല്ലായിരുന്നു, മുഴുവൻ അഭിനയമായിരുന്നു. ഉദയഭാനു ആരാണെന്നുള്ളതിനെ കൃത്യമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇനി ആ തെളിവ് നിങ്ങൾ കാണണം.
കണ്ടല്ലോ, കോടീശ്വരനായ ഉദയഭാനു സാറ്. നമ്മുടെ ഗോമതി സ്റ്റോറിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ദൃശ്യ ഇപ്പോഴെങ്കിലും മനസ്സിലായ എല്ലാവർക്കും ഉദയഭാനു സാറിന്റെ തനി സ്വരൂപം. ഇതാ യഥാർത്ഥ ഉദയഭാനു. കള്ളൻ, പേരും കള്ളൻ. ഈ ഉദയഭാനുവാ മുമ്പ് നമ്മുടെ ഗോമതി സ്റ്റോറിൽ നിന്ന് 25,000 രൂപ മോഷ്ടിച്ചത്. അന്ന് എല്ലാരും കൂടെ ധർമ്മമാമനെ കുറ്റപ്പെടുത്തി അപമാനിച്ചു. പാവം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന്. എന്റെ ആദ്യ സംശയം ഇവളായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ തെളിവില്ലായിരുന്നു. അതുകൊണ്ട് ഞാനേ കാത്തിരുന്നു. ആരും അറിയാതെ ഗോമതി സ്റ്റോറിൽ ഞാനൊരു ക്യാമറ വെച്ചു. ദിവസങ്ങളോളം കാത്തിരുന്നു. ഇന്ന് ഉദയഭാനു എന്റെ വലയിൽ വീണു. അതിന്റെ തെളിവായത്. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുഞ്ഞിനെ മാത്രമല്ല, എന്റെ വിശ്വാസം കൂടിയാ. മനുഷ്യരിലുള്ള വിശ്വാസം, സൗഹൃദങ്ങളിലുള്ള വിശ്വാസം. ഒടുവില് എനിക്ക് എന്നിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു. ഞാൻ ആരോട് പറയും? ഞാൻ ആരോടും പറയാൻ പറ്റാതെ ഈ വേദനയ്ക്ക് ഉള്ളിലിട്ട് ചത്ത് ജീവിക്കുകയായിരുന്നു. നിങ്ങളെല്ലാരും കണ്ടല്ലോ ഇവളുടെ അച്ഛൻ ആരാണെന്ന്, എന്താണെന്ന്. ഇവൾക്ക് എല്ലാം അറിയായിരുന്നു. പക്ഷേ ഇവളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഈ കുടുംബത്തോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ചതി ഇവള് ചെയ്യുമായിരുന്നോ? ഇവക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കണമായിരുന്നു. ഈ വീട്ടിലെ മരുമകളായി, ഈ വീട്ടിലെ എല്ലാവരുടെയും ഏട്ടത്തെയായി. പക്ഷേ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞാനിങ്ങനെ നെഞ്ചിൽ നെരിപ്പോടുമായിട്ട് നടക്കുകയായിരുന്നു. എന്റെ അച്ഛൻ ഗോമതി സ്റ്റോറിൽ ചുമതലകളെ ഏൽപ്പിച്ചപ്പോഴേ കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് നോക്കി നിശബ്ദനായിട്ട് നിൽക്കേണ്ടി വന്നു. ആരോടും എനിക്ക് തുറന്നു പറയാൻ പറ്റിയില്ല. അതാ ഞാൻ അനുഭവിച്ച നരകം. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് നിന്നെയാ. എന്റെ മോളുടെ സ്ഥാനത്ത് ഞാൻ നിന്നെ കണ്ടത്. നിന്റെ പണവും സ്വത്തും ഒന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഇവനീ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മേ, ഇവക്കിനി ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇപ്പോഴും ഇവളെ ഇവളുടെ വീട്ടുകാരെയും കുറിച്ച് എനിക്ക് അറിയാവുന്നത് വെറും 50% മാത്രമാ. ബാക്കി എന്താണെന്ന് ആർക്കറിയാം? ഇവളുടെ പേര് ദേവി എന്നാണെന്ന് ആർക്കറിയാം?
ഇവളുടെ കുടുംബത്തെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയ അന്ന് മുതല് ഇന്ന് ഈ നിമിഷം വരെ ഇവള് കാണിച്ചതും പ്രവർത്തിച്ചതും എല്ലാം നാടകമായിരുന്നു. മുഴുവൻ നാടകം. ഇവള് നമ്മളെ ആരും സ്നേഹിച്ചിട്ടില്ല, ഈ കുടുംബത്തെ സ്നേഹിച്ചിട്ടില്ല. എന്റെ ജീവിതം തകർത്തു, ഈ കുടുംബത്തെ ചതിച്ചു. എന്റെ പാവ അച്ഛനെ നീ തോൽപ്പിച്ചു. മോനെ, അച്ഛ, പാവന്റെ ധർമ്മൻ എല്ലാം ഒപ്പിച്ചു വെച്ചത് അവനല്ലേ, ആ ഉദയഭാനു. ഒരച്ഛൻ സ്വന്തം മോനോട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഉദയഭാനു സാറിന്റെ പേര് പറയുമ്പോഴേ നിങ്ങൾക്ക് 100 നാവായിരുന്നല്ലോ. പേടിയാവുന്ന ബാലേട്ട എനിക്ക്. നമ്മുടെ മോന്റെ ഭാവി പോയല്ലോ ബാലേട്ട. നമ്മുടെ മോന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ.